ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ഓക്സി വെൽനസ് ന്യൂട്രാസ്യൂട്ടിക്കൽസ്. ഓക്സി വെൽനസ് പ്രോഡക്റ്റുകളുടെ ഡെവലപ്പറും സയന്റിസ്റ്റും റിസർച്ചറുമായ ഡോക്ടർ സജീവ് കുമാർ നിയമസഭയിൽ നടത്തിയ കളസദ്യയുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് റിപ്പോർട്ടാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിയമസഭാ സാമാജികർക്ക് ഇലയിൽ വിളമ്പിയ ഈ ഔഷധ സദ്യ നമ്മുടെ പണ്ടത്തെ പ്രകൃതി ഭക്ഷണ രീതിയുടെ ഓർമ്മപ്പെടുത്തലായി. ഒപ്പം ആഹാരം ഔഷധമാണ് എന്ന ഓർമ്മപ്പെടുത്തലുമായി. കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ഔഷധ സദ്യ ആസ്വദിക്കാൻ എത്തിച്ചേർന്നു. പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല, ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി, നിയമസഭാ സ്പീക്കർ ശ്രീ ശ്രീരാമകൃഷ്ണൻ എന്നിവരും ഒപ്പമുണ്ടായി. തീർച്ചയായിട്ടും ഇത് അനുവദിക്കുന്നതിന് മുൻപ് ഞാൻ ഡോക്ടർ സജീവമായിട്ട് സംസാരിച്ചിരുന്നു. ഇത് ആളുകൾ സ്വീകരിക്കുമോ, സാമാജികരുടെ ഒരു ഉച്ചഭക്ഷണമാക്കുന്നതിനും അവർക്ക് പിന്നീട് എതിരഭിപ്രായം ഉണ്ടാവും ചോദിച്ചിരുന്നു. അദ്ദേഹം പറയേണ്ടത് കഴിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പൂർണ്ണമായിട്ട് ആസ്വദിക്കുന്ന അനുഭവമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ആ വാക്ക് വിശ്വസിച്ചിട്ടാണ് ഞാൻ അനുവാദം കൊടുത്തത്. അപ്പോൾ അത് വളരെ ശരിയായിരുന്നു, നല്ല അനുകരണീയമായ മാതൃകയാണ്. ഞാൻ നിയമസഭയിൽ തന്നെ അനൗൺസ് ചെയ്യേണ്ടായി. നിയമസഭാ സാമാജികർക്ക് എല്ലാവർക്കും ചേരാവുന്ന ചില പൊതു പ്രസ്ഥാനങ്ങൾ സമൂഹത്തിൽ ആവശ്യമാണ്. അതിലൊന്നാണ് ഇപ്പോൾ കേരളത്തിൽ നല്ല ഭക്ഷണത്തിന് വേണ്ടിയുള്ള പ്രസ്ഥാനം, നല്ല ഭക്ഷണ പ്രസ്ഥാനം. അതിലേറ്റവും പരിഗണനാർഹമായ ഒരു മാതൃകയാണ്. ചൊറികണ ഉൾപ്പെടെ, മഷിത്തണ്ട് ഉൾപ്പെടെ, താളും തകരയും ഒക്കെ നമ്മുടെ പറമ്പുകളിലൊക്കെ വേസ്റ്റ് ആയിട്ട് പോവുകയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം ഡോക്ടർ സജീവ് എന്നോട് പറയേണ്ടായി, ഇതുപോലെ നാട്ടിൽ ഒരു പഞ്ചായത്തിലോ ഒരു മുനിസിപ്പാലിറ്റിയിലോ ഒക്കെ തന്നെ കൊടുക്കാൻ വേണ്ടുന്ന താളും തകരയും ചൊറികണവും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു ദിവസം കൊണ്ട് തന്നെ നമുക്ക് ഈ നാട് സുരക്ഷിതമാക്കാൻ കഴിയും. ആ രീതിയിൽ നമുക്ക് ഇതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമുക്ക് വലിയ സാധ്യതകളല്ലേ സർ? അതെ, തീർച്ചയായിട്ടും അതിനുള്ള മാർഗ്ഗങ്ങളാണ്. നമ്മുടെ പ്രകൃതിയിൽ നിന്ന് ലഭ്യമായ ഇലകളിൽ ബഹുഭൂരിപക്ഷവും ഭക്ഷണയോഗ്യമാണ് എന്ന് ശാസ്ത്രീയമായി തെളിയിക്കുന്ന ഒരു അനുഭവമാണ്. അതിനെ പ്രൊമോട്ട് ചെയ്യേണ്ടതാണ്. തീർച്ചയായിട്ടും അതിന് പദ്ധതികൾ കൃഷി വകുപ്പും ഒക്കെ ചേർന്ന് ആലോചിക്കാവുന്നതാണ്. സദ്യയിൽ വിളമ്പിയ ഓരോ ഭക്ഷണത്തിനും ഔഷധ ഗുണമുണ്ട്. മഷിത്തണ്ട് സാലഡ് ശരീരത്തിലെ അമിതോഷ്ണം കുറയ്ക്കും. പാവയ്ക്കയില ഇഞ്ചിത്തൈര് ഗ്യാസിനും പുളിച്ചു തികട്ടലിനും ഒറ്റമൂലിയാണ്. ചൊറിയണം സ്റ്റ്യൂ പ്രോട്ടീൻ സമൃദ്ധമാണ്. കാട്ടുചീര കടലക്കറി തൈറോയിഡ് പ്രശ്നങ്ങൾക്ക് പ്രതിവിധിയാണ്. പ്ലാവില തോരൻ പ്രമേഹ രോഗികൾക്ക് ആശ്വാസം പകരും. ചേമ്പിൻ തണ്ട് അവിയൽ അസ്ഥി തേയ്മാനം ചേർക്കും. ഇങ്ങനെ പറയാൻ ഔഷധ വീരഗാഥകൾ അനേകമുണ്ട്. എന്താണ് ലക്ഷ്യമെന്ന് കെ.ആർ. നാരായണൻ സെന്റർ ഫോർ ബയോടെക്നോളജിയിലെ ശാസ്ത്രജ്ഞൻ തന്നെ വ്യക്തമാക്കി. ഈ പാഴ്വിളകളെ നമ്മൾ അവയുടെ പോഷണ മൂല്യത്തെയും ഭക്ഷണത്തെയും ബേസ് ചെയ്തുകൊണ്ട് ഏറ്റവും ടേസ്റ്റിയായ ഫുഡാക്കി മാറ്റുക. അപ്പോൾ ഈ ഫുഡാക്കി മാറ്റിക്കൊണ്ട് ഈ ഫുഡിലൂടെ നമുക്ക് രോഗം മാറ്റിയെടുക്കാം. ഇതൊരു നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇവിടെ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായമായിരുന്നു. അപ്പോൾ ഇന്നത് അന്യം നിന്ന് കഴിഞ്ഞു. അപ്പോൾ അതിനെ ശാസ്ത്രീയമായ രീതിയിൽ അവലോകനം നടത്തി പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക, ഏറ്റവും ടേസ്റ്റിയായ രീതിയിൽ എങ്ങനെ നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്യാം. ഈ ഓരോ നമ്മുടെ ചുറ്റും കാണപ്പെടുന്ന ഓരോ നമ്മൾ കളകൾ എന്ന് പറയുന്ന ഈ ചെടികളെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഏറ്റവും ടേസ്റ്റിയുള്ള ഫുഡാക്കി മാറ്റുകയാണ്. അപ്പോൾ ഈ ഫുഡ് കഴിക്കുന്നതോടുകൂടെ രോഗി അറിയാതെ തന്നെ അയാൾ രോഗവിമുക്തനാകുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വസ്തുത. എങ്കിൽ പിന്നെ രണ്ടിലൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. നേരെ പാചകപ്പുരയിലേക്ക് വിട്ടു. കാട്ടുചീര, മഷിത്തണ്ട്, ചെമ്പരത്തിയില, പ്ലാവില, ഫിലിപ്പൈൻസ് ചീര എന്നിങ്ങനെ നീളുന്നു കറി വെക്കാനുള്ള ഐറ്റംസ്. സ്ലേറ്റ് മായ്ക്കുന്ന മഷിത്തണ്ട് തീൻമേശയിലെത്തുന്നത് സലാഡായിട്ടാണ്. തൊട്ടാവാടി ജ്യൂസായി മാറും. ചെമ്പരത്തിയില കൊണ്ട് തോരൻ. ഓരോ വിഭവങ്ങളും ഔഷധക്കൂട്ടുകളാണ്. ക്യാൻസർ മുതൽ ആസ്മ വരെ മാറ്റിയെടുക്കാൻ വീര്യമുള്ളവ. ചൊറികണം എന്ന് പറയുന്നത് ആരും തന്നെ ഉപയോഗിക്കാതെ ഒരു പാഴ്ചെടിയുടെ പട്ടികയിൽ പെടുന്ന ചെടിയാണ് ചൊറികണം. ഈ ചൊറികണം കൊണ്ട് നമുക്ക് വളരെ ടേസ്റ്റി ആയ വിഭവങ്ങൾ പ്രിപ്പയർ ചെയ്യാം. പ്രധാനമായിട്ട് ചൊറികണം ഫ്രൈ എന്ന് പറയുന്ന ഒരു വിഭവം ഉണ്ടാക്കാം. പിന്നെ ചൊറികണം സ്റ്റൂ, ചൊറികണം മസാല. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഡിഫറന്റ് ആയിട്ട് കേട്ടാൽ പോലും വ്യത്യസ്തമാണെന്ന് തോന്നാകുന്ന സ്വാദോടുകൂടി രുചിക്കാൻ സാധിക്കുന്ന വിഭവങ്ങൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ചൊറികണം നമ്മുടെ ഭക്ഷണത്തിന്റെ ഭാഗമാക്കി മാറ്റുന്നതോടുകൂടി ദഹന സംബന്ധമായ രോഗങ്ങളിൽ നിന്ന് അയാൾക്ക് വിമുക്തനാകാൻ സാധിക്കുന്നു. സ്ലേറ്റ് മായ്ക്കാൻ മാത്രം ഉപയോഗിക്കുന്ന ഈ മഷിപ്പച്ച ബംഗ്ലാദേശിൽ ഉപയോഗിക്കുന്ന ഒരു സാലഡ് ഐറ്റംസ് ആണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് മഷിപ്പച്ച ഉണ്ട്. മഷിപ്പച്ചയ്ക്ക് ഒരുപാട് പ്രോപ്പർട്ടീസ് ആണുള്ളത്. ആന്റി ക്യാൻസർ ആക്ടിവിറ്റീസ് ഉണ്ട്, ആന്റി ഡയബറ്റിക്, ആന്റി കൊളസ്ട്രോമിക്, അങ്ങനെ പറയുന്ന വളരെ വ്യത്യസ്തമായ ഒരുപാട് പ്രോപ്പർട്ടി ഉള്ള പ്ലാന്റ് ആണ് മഷിത്തണ്ട്. ചെമ്പരത്തിയില കൊണ്ടുള്ള തോരൻ കഴിക്കുന്നതോടുകൂടി നമുക്ക് വൈറ്റമിൻ B12 എന്ന വൈറ്റമിൻസിന്റെ ഡെഫിഷ്യൻസി പരിഹരിക്കാൻ സാധിക്കുന്നു. കൂടാതെ ഒരുപാട് മൈക്രോ എലമെന്റ് ആയ അയൺ, കാൽസ്യം തുടങ്ങിയ മൈക്രോ എലമെന്റും സിങ്ക് തുടങ്ങിയ മൈക്രോ എലമെന്റും വളരെ സമ്പുഷ്ടമാണ് നമ്മുടെ ചെമ്പരത്തിയിലയിൽ.